ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ KS എക്സാം ഉണ്ടായിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കധികം ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ സാധിക്കാത്തത് കേട്ടോ. എന്നിരുന്നാലും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു മോക്ക് എക്സാം പോലെ നടത്തി. അതിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടവരൊക്കെ അത്യാവശ്യം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേസ് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. Day 31 ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെ, എനിവേസ് ഇത് കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റാതെ പോയവരുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ അത്രയും സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി തുടങ്ങിയതിനെ വെച്ചിട്ട് പഠിച്ച് തീർക്കാൻ പറ്റാതെ പോയവരും, ഇതുവരെ കൃത്യമായിട്ട് ഓരോ ഡേയിലും പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല പോർഷൻസ് പറഞ്ഞതനുസരിച്ച് എന്നുള്ള ഒരു തോന്നലുള്ളവരും, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ പെൻഡിങ് വരുന്നു, ഒരു സ്ലോ സ്റ്റഡിയാണ് എന്ന ചിന്തയുള്ളവർക്കും ഇനി എങ്ങനെ ഈ ഒരു 45 ഡേയ്സ് കൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, 45 ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന സിലബസിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. കാരണം നമ്മൾ ഓരോന്നും മനസ്സിലാക്കി എടുത്ത് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതൊരൊറ്റ എക്സാമാണ്, ഓഗസ്റ്റിലായിരിക്കും വരിക. അപ്പോൾ ഈ 45 ദിവസം കൊണ്ട് നമ്മൾ ഇതിൻ്റെ കാതലായ പോർഷൻസാണ് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന ഏരിയാസ്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏരിയാസ്, ഇത് പഠിക്കണം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് 45 ഡേയ്സ് കൊണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇത് ഡെയിലി അല്ല, വീക്ക്ലിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൻ്റെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കണ്ടും അനലൈസ് ചെയ്തും മനസ്സിലാക്കിയിട്ടും ഓരോരുത്തരുടെ കേട്ടും ഒക്കെ വെച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പോർഷൻസ്, അതായത് നമ്മൾ ഒരു വീക്കിൽ പറയുന്ന പോർഷൻസ് ഒരു വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാക്സിമം ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡിൽ പഠിക്കും. പിന്നെ അത്ര ഹരിബരിയായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഇതാക്കേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ഡെയിലി നമ്മൾ തരുമ്പോൾ ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. പിന്നെ അടുത്ത ദിവസം അടുത്തത് വരുമ്പോൾ വീണ്ടും ഒരു പെൻഡിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണ്, ഒട്ടുമേ പഠിച്ചു തുടങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ പറയുന്ന ഓരോ വീക്കിലി സെറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ഒരു വീക്കിൽ ഏതൊക്കെ പോർഷൻസാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാനൊരു മോഡൽ എന്നുള്ളതാണ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് വീക്കിലേക്കുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഏതൊക്കെ SCERT ഭാഗങ്ങളും കൂടി വെച്ചിട്ടാണ് നോക്കേണ്ടത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു വീക്ക് കൊണ്ട് ഈ പറയുന്ന ഇത്രയും വിഷയങ്ങളിലെ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഏരിയാസാണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യമേ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡറിലായിരിക്കില്ല നമ്മൾ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും ഇതുവഴി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ദെൻ ബാക്കി ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഏരിയാസും അത്യാവശ്യം വേണ്ടതൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നമുക്ക് മെജോറിറ്റി പോർഷൻസ് പഠിച്ചെടുക്കുക എക്സാമിന് മുമ്പ് എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്, ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 45 ഡേയ്സിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ കുറച്ച് സബ്ജക്ട്സ് ചെയ്യുന്ന കുറച്ച് പോർഷൻസ് പറയുന്നുണ്ട്. ഇത് ആ ഒരു സാറ്റർഡേ സൺഡേ മാക്സിമം റിവിഷൻ ആൻഡ് PYQ എന്നുള്ള രീതിയിൽ തന്നെ പോവുക. ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ കുറച്ച് കവർ ചെയ്തിട്ട് റിവിഷനും PYQനും കുറച്ച് സമയം വയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ബുദ്ധിമുട്ട് വരില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് വീക്കിൻ്റെയാണ് ഇട്ടിട്ടുള്ളത്, മോഡൽ എന്നുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് വെച്ച് മാത്രമേ പഠിക്കേണ്ടത് വെച്ചിട്ട് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് 7 ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കുക എന്നുള്ളത്, ഇത് സ്ഥിരം പറയാറുണ്ട് കേട്ടോ, അത് വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ക്ലാസ് 10 ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക് എന്നുള്ളത്. ഈ 2 ചാപ്റ്റേഴ്സും കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് SCERT പാഠഭാഗത്തു നിന്ന് നോക്കേണ്ടതാണ്. ഓക്കെ, ദെൻ കലാപങ്ങളിൽ അഞ്ചുതെങ്ങ് കലാപം തൊട്ട് കുറിച്യ കലാപം വരെയുള്ളത്, ഇത് എക്സ്ട്രാ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. SCERT പാഠഭാഗം നോക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ പോർഷനും ഈ കലാപങ്ങളുടെ ഈ ഒരു ഏരിയ തീർക്കണം. ഇത് ഒരു വീക്ക് കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ചാൽ മതി. അല്ലാണ്ട് എന്താണ് എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ച് വേണ്ട, ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ചിട്ട് മതി. പിന്നെ കലാപങ്ങളും അതെ, അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും. ഓക്കെ, ഇത് രണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ധാരാളം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ 1ാം സ്വാതന്ത്ര്യ സമരവും. ഇത്രയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസ്. അപ്പോൾ എന്താണ്, ഒരു ദിവസം തന്നെ ഈ ഹിസ്റ്ററിയുടെ എല്ലാം എടുക്കരുത്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ എടുക്കരുത്. ഹിസ്റ്ററി എപ്പോഴും കട്ട് ചെയ്ത് തന്നെ നോക്കാം.
വേറെ സബ്ജക്ട്സ് മിക്സ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചിന്തയെ നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഡെയിലി വരുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും നല്ല കേട്ടോ. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഡെയിലിയാണ് ബെറ്റർ എന്ന് തോന്നുന്നവർക്ക് അത് തന്നെ ചെയ്യാം. ഇത് ഒട്ടുമേ പറ്റാത്തവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ദെൻ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ ഇപ്പോൾ ഞാൻ ഇത് ഇടുന്ന ഈ സംഭവം കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടണമെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു റെഫറൻസ് എന്നുള്ള രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം. നിങ്ങൾ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ ഞാൻ ഇടാം. ദെൻ കേരള ജോഗ്രഫിയുടെ ബേസിക് ഫാക്ട്സ്, ദെൻ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഹിമാലയാസ്, അതായത് നമ്മുടെ നെതേൺ മൗണ്ടൻ റേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിൻലി 9ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങളിലുണ്ട് ജോഗ്രഫിയുടെ ഏരിയയിൽ. അപ്പോൾ ഈ 2 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഈ ഒരു ഹിമാലയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ എന്താണ് ഫീച്ചേഴ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ വെച്ചിട്ട്. ദെൻ ഇതിൽ നിന്ന് ഒരു ഹിമാലയൻ റിവറും കൂടെ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ഇൻഡസ് ആണ് ഇതിനോടൊപ്പം തന്നെ. ദെൻ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ഭൂമിയുടെ ഘടന, അതായത് എർത്തിൻ്റെ സ്ട്രക്ചർ, ദെൻ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ്. ഈ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ SS2 സോഷ്യൽ സയൻസ് 2 പാർട്ട് 1 ടെക്സ്റ്റിലുണ്ട്. സെക്കൻഡ് ചാപ്റ്ററാണെന്ന് തോന്നുന്നു, അത് ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ. ആ ഒരു ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം വേണ്ടത്. പിന്നെ റാങ്ക് ഫയലും കൂടെ വെച്ചിട്ട് നോക്കിയാൽ മതി. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ നിർമ്മാണ സഭ, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും പ്രിയാമ്പിളുമാണ്. അത് എന്തായാലും കൃത്യമായിട്ട് നല്ലവണ്ണം നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓരോ മുക്കും മൂലയൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. സ്ഥിരം ചോദിക്കുന്ന അതിലെ മെമ്പേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ട് മേജർ കമ്മിറ്റീസ്, മൈനർ കമ്മിറ്റീസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതിൽ നമ്മൾ എന്താണ് മെയിൻലി അതിൻ്റെ ഭാഗം ഏത് ആർട്ടിക്കിൾസ് 5 തൊട്ട് 11 വരെയുള്ള ആർട്ടിക്കിൾസ്, ഓരോ ആർട്ടിക്കിളിലും എന്താണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക. മെയിൻലി അതിൽ ഏതൊക്കെ തരത്തിൽ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം, ഏതൊക്കെ തരത്തിൽ അത് പോകുന്നുണ്ട് അല്ലെങ്കിൽ നഷ്ടമാകാം എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ എവിടെ നിന്ന് ബോറോ ചെയ്തു ഈ കാര്യം എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്ന് പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻ. 5 ഇയർ പ്ലാനിൽ 1 തൊട്ട് 12 വരെയുള്ളത് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഞ്ചവത്സര പദ്ധതി ഒന്നില്ലെങ്കിൽ 3 വെച്ചിട്ട് പഠിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാം. ഈ 1 തൊട്ട് 12 വരെയുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് പഞ്ചവത്സര പദ്ധതികളുണ്ട്. അപ്പോൾ ഈ ഓരോ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോഴും നിങ്ങൾ കറക്റ്റ് ഓരോ വർഷം ഏതൊക്കെ വർഷങ്ങളിലാണ്, ഓരോന്നിൻ്റെയും ലക്ഷ്യം എന്താണ്, ഓരോന്നും ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എത്രയാണ്, അച്ചീവ് ചെയ്ത് എത്രയാണ്, ഏതൊക്കെയായിരുന്നു സക്സസ്ഫുൾ, ഏതൊക്കെയായിരുന്നു ഫെയിലിയർ, അതുപോലെ ഏതാണ് കാലാവധി പൂർത്തിയാക്കാത്തത് എന്നുള്ള മെയിൻ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് ഓരോ പഞ്ചവത്സര പദ്ധതിയും. പിന്നെ ഓരോന്നിലും സ്പെഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി കുറച്ച് പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ചോദിച്ച് കാണാറുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. 3, 5, 8, 10, 12 പഞ്ചവത്സര പദ്ധതികൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ ഓരോന്ന് പഠിക്കുമ്പോൾ ഓരോന്നും സ്പെഷ്യൽ ആയിട്ടുള്ള നെയിംസിൽ അറിയപ്പെടുന്നുണ്ട്, അതും കൂടി ശ്രദ്ധിച്ച് നോക്കണം. ദെൻ ഇമ്പോർട്ടൻറ്റ് ആക്സിൽ റൈറ്റ് ടു ഇൻഫർമേഷനും അതിൻ്റെ കമ്മീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ വെച്ചിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ് ഇത്. ദെൻ കേരള ഗവേണൻസിൻ്റെ സിവിൽ സർവീസസും വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞ ഈ ഒരു വീക്കിലേക്കാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, ഓരോന്നിൻ്റെയും റൂൾസ്, ഏത് റൂളിനെ ബേസ് ചെയ്ത് വന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൽ ബേസിക്കലി വാട്ടർഷെഡ് മാനേജ്മെൻറ്റിലെ തണ്ണീർത്തടം അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട്, വർഷം എന്ന് നിലവിൽ വന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ എന്തൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം. പിന്നെ റാംസാർ സൈറ്റ്സ് ഇപ്പോൾ 91 ഉണ്ട്, കറണ്ട് അഫെയർ ഫാക്റ്റാണത്. അപ്പോൾ ആ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത് റാംസാർ സൈറ്റ് ഏതാണ്, ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുള്ള സ്റ്റേറ്റ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ചെയ്യുന്ന ഇഡിയംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിചാരിക്കുന്ന പോലെയല്ല, ഇപ്പോൾ പഴയ രീതിയിലുള്ളതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇഡിയംസ് കുറച്ച് മനസ്സിലാക്കി വെച്ചേക്കും, ഒരു 5 6 അങ്ങനെ. ദെൻ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അതിൻ്റെ എല്ലാ റൂൾസും മനസ്സിലാക്കി വെച്ചിരിക്കും. ഓക്കെ, ദെൻ മലയാളത്തിൽ പര്യായം, സിനോണിംസ് എന്ന് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ. പര്യായങ്ങൾ അത് ഏതെങ്കിലും 5 നോക്കി വയ്ക്കുക. ദെൻ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് എന്നുള്ള ഒരു സംഭവം നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമർ പ്ലസ് വൊക്കാബ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ദെൻ മാത്സ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമേ ഇത്തിരി കട്ടിയുള്ളത് പിടിച്ചത്, ആദ്യമേ ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം പിടിക്കും. നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ധൃതിയിൽ പഠിക്കാനും ശ്രമിക്കും, ഒപ്പം അത് ശരിയായി നമ്മുടെ ബ്രെയിനിൽ കയറണമെന്നില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇട്ടത്. ദെൻ പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് January 2025 ഓരോ വീക്കിലും നമ്മൾ ഓരോ മാസത്തിൻ്റെ കറണ്ട് അഫയർ, അതായത്
എസ്പെഷ്യലി ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ജനുവരി ടു ജൂലൈ വരെയുള്ളത് നമുക്ക് എന്തായാലും എക്സാമിന് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ട് വരും. ബാക്കിലോട്ടുള്ളത് വേണ്ടെന്നല്ല, പക്ഷെ കുറച്ചും കൂടെ എന്താണ് ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ അവർ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം കുറച്ചും കൂടെ നമ്മൾ ഈ ഒരു എക്സാമിന് മുമ്പ് വരെയുള്ള മാസത്തിൻ്റെ ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഓരോ വീക്കിലും ഓരോ മാസത്തിൻ്റെ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു വീക്കിലേക്കുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഇത് ഹോട്ട് ടോപ്പിക്സ് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് നോക്കുന്നില്ല. ഈ ഒരു 45 ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, സ്ഥിരം ചോദിക്കുന്നത് നമ്മളൊരു എന്താണ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധ ചെയ്യാറില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോകാറില്ല. അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ എനിക്കത് കുറേയധികം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു എന്താണ് ഹോട്ട് ടോപ്പിക്സ് വെച്ചിട്ട് പഠിച്ചെടുക്കാൻ നോക്കൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ എനിക്കിനി കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് ഇനി പഠിച്ചാൽ അത് സാധിക്കുമോ എന്നുള്ളൊരു സംശയമുള്ളവരുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇപ്പൊ കേസൻ ആണെങ്കിലും ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ നോക്കിയതൊക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, വരുന്നു ആ ഒരു എക്സാം. ഫസ്റ്റ് പേപ്പർ അത്യാവശ്യം ടഫ് എന്നൊക്കെ തന്നെ പറയാം. സെക്കൻഡ് പേപ്പർ അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അറിയില്ല അത് എന്തായി തീരും എന്നുള്ളത്. എനിവേസ് എന്താണ് അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ഡിഗ്രി ലെവൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇനി 10th-ൻ്റെയും ഇതിൻ്റെയും ലെവൽ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഡിഗ്രിയുടെ വേറെ രീതിയിലാണ്. ഓക്കെ, രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ്. നല്ല സ്കോറിങ്ങിലേക്ക് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ കുറേ എന്താണ് എല്ലാ മുക്കും മൂലം പറക്കി നമ്മൾ പഠിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം തിരുത്തൂല, വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചെടുക്കൂല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇതൊരു മോഡൽ അല്ലെങ്കിൽ റെഫറൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒട്ടുമേ ടൈം കിട്ടാത്തവർ നിങ്ങളുടേതായ രീതിയിൽ എടുത്ത് പതുക്കെ വായിച്ച് എടുത്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.